ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഷുവർ CSEB റാങ്ക് മേക്കറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ മിൽമയുടെ ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സിലബസിൽ വളരെ വ്യക്തമായിട്ട് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് ഇടുന്നത്. ഡിഗ്രി ബേസ് ചോദിക്കുമ്പോൾ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിന് അങ്ങനെ വൈഡായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യത കാണുന്നില്ല. എന്നാലും അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ബിസിനസ് സൈക്കിൾ? ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് സൈക്കിൾസ് ആർ സ്പൈസസ് ഓഫ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അത് ബിസിനസ് സൈക്കിളിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞതാണ് കേട്ടോ. ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ കാണിക്കുന്നതിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. എക്കണോമിക് ഗ്രോത്തിന് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ. അതായത് ഒരു പീക്ക് സ്റ്റേജ് ഉണ്ടാവും, പിന്നെ അവിടുന്ന് ചിലപ്പം ഒരു താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഫ്ലക്ച്വേഷൻസിനെ കാണിക്കുന്ന ആ സൈക്ലിക്കൽ മൂവിനെ കാണിക്കുന്നതിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ, മെയിനായിട്ട് 3 ടൈപ്പാണ് ബിസിനസ് സൈക്കിൾ ഉള്ളത്. ആ 3 ആദ്യത്തത് മേജർ ആൻഡ് മൈനർ ട്രേഡ് സൈക്കിൾ, സെക്കൻഡ് വൺ ബിൽഡിംഗ് സൈക്കിൾസ്, തേർഡ് വൺ ലോങ് വേവ്സ്. ഇത് 3ആണ് മെയിനായിട്ടുള്ള ബിസിനസ് സൈക്കിളിൻ്റെ ടൈപ്പ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന എക്കണോമിക് ഗ്രോത്തിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ്. സ്റ്റേജസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബിസിനസ് സൈക്കിൾ എന്തൊക്കെയാണെന്ന്. ബിസിനസ് സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഡിപ്രഷൻ, സെക്കൻഡ് സ്റ്റേജ് റിക്കവറി ഓർ റിവൈവൽ, തേർഡ് സ്റ്റേജ് പ്രോസ്പെരിറ്റി ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ്, ഫോർത്ത് സ്റ്റേജ് ബൂം, ഫിഫ്ത്ത് സ്റ്റേജ് റിസഷൻ. ഈ ടേംസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പം ചോദിക്കാൻ പോകുന്ന ഡിപ്രഷനും റിസഷനും ഒക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് ചെറിയതായിട്ടൊന്ന് പറഞ്ഞുതരാം. വാട്ട് ഇസ് ഡിപ്രഷൻ? ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് എന്താണ്? ഡിപ്രഷൻ ഇസ് എ സിറ്റുവേഷൻ ഓഫ് സെവർലി ഫോളിങ് പ്രൈസസ് ആൻഡ് ലോവസ്റ്റ് ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ഡിപ്രഷൻ എന്നുള്ള വേർഡിലുള്ളതുപോലെ തന്നെ പ്രൈസസ് ഏറ്റവും കുറവായിരിക്കും, എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലായിരിക്കും ഡിപ്രഷനിൽ. പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ് എപ്പോഴും താഴ്ന്നിട്ടായിരിക്കും. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഹൈ ആയിരിക്കും. ഇൻട്രസ്റ്റ്, വേജസ്, റെൻറ്റും ഒക്കെ കുറവായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് റിസഷൻ? റിസഷൻ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ബിസിനസ് സൈക്കിളിൻ്റെ വേറൊരു സ്റ്റേജാണ്. അതിൻ്റെ ഫിഫ്ത്ത് സ്റ്റേജാണ് റിസഷൻ. എന്താണെന്ന് പറഞ്ഞാൽ, റിസഷൻ ഈസ് എ പീരീഡ് ഓഫ് ഡിക്ലൈനിങ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നോർമലി ഫോർ എ ഷോർട്ട് പീരീഡ് ദ റിസഷൻ ഇസ് ഫസ്റ്റ് റിഫ്ലക്റ്റഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. റിസഷനും ഇതേപോലെ എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ഒരു ഡിക്ലൈനിങ് ആണ്, പക്ഷേ ഇത് ഷോർട്ട് പീരീഡിനേക്കായിരിക്കും. റിസഷൻ എപ്പോഴും ഫസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിലാണ്. റിസഷൻ്റെ ടൈമിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആക്ടിവിറ്റീസ് ഡൗൺഫോൾ ചെയ്യും. ഈ ഒരു സിറ്റുവേഷൻ ബിസിനസ്മാൻസിൽ ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അവരെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. പുതിയ വെഞ്ചേഴ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല. അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലായിരിക്കും. വർക്കേഴ്സിനെ ലെയ്ഡ് ഓഫ് ചെയ്യും. ഇതൊക്കെയാണ് റിസഷൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫോർമൽ മെഷേഴ്സ് അഡോപ്റ്റഡ് ടു മിനിമൈസ് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ട്രേഡ് സൈക്കിൾ? ട്രേഡ് സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളിൻ്റെ ഈ ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ്, രൂക്ഷഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫോർമൽ മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് മെഷർ മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. മോണിറ്ററി പോളിസീസ് ഇൻക്ലൂഡ് all the measures through which the central bank of the country regulates the money supply and credit in the economy. രാജ്യത്തെ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന എല്ലാ മെഷേഴ്സും, അതായത് സൊസൈറ്റിയിലേക്കുള്ള മണി സപ്ലൈയും ക്രെഡിറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് എടുക്കുന്ന എല്ലാ മെഷേഴ്സിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് മെഷർ ഫിസിക്കൽ പോളിസിയാണ്. ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് ഫിസിക്കൽ പോളിസീസ് ആർ ബഡ്ജറ്റ് പോളിസി, ടാക്സേഷൻ പോളിസി, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. നമ്മൾ ബഡ്ജറ്റ് പോളിസിയും ടാക്സേഷൻ പോളിസിയൊക്കെയാണ് ഫിസിക്കൽ പോളിസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് ട്രേഡ് സൈക്കിളിൻ്റെ ഹാംഫുൾ എഫക്റ്റ് മിനിമൈസ് ചെയ്യാനെടുക്കുന്ന വേറൊരു സ്റ്റെപ്പാണ്.
ഇതിൽ വേറൊരു മെഷറാണ്. തേർഡ് മെഷർ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ്. ഫോർത്ത് മെഷർ പ്രൈസ് കൺട്രോൾ. ഫിഫ്ത്ത് മെഷർ പ്രൈസ് സപ്പോർട്ട് പോളിസി. ഈ പറഞ്ഞ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിലും റിലവൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും പോയിൻ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.